ഹലോ, അപ്പോൾ ഇതാ നമ്മൾ പെരുന്നാൾ വീഡിയോ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വലിയതായിട്ടുള്ള വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ പെരുന്നാളിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് രാത്രി ചെയ്ത് വെച്ചാണ് നമ്മൾ ചിക്കൻ കായാൻ പറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ പയ്യോളി ചിക്കൻ്റെ റെസിപ്പിയാണ്. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഉണ്ട്. വേണമെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ ചിക്കനൊക്കെ ഇട്ടൊന്ന് കായാൻ പറ്റിയിട്ട് ഫ്രിഡ്ജിക്ക് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയുക നെയ്യപ്പം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനും ഇതിലിടാനും പറ്റിയേ മറന്നു, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാത്രി ഇതാ നെയ്യപ്പത്തിന് ആക്കി വെച്ച് അതേപോലെ ബീഫ് ഒന്ന് വേവിച്ചിട്ട് വെച്ചിട്ടാണ്. അതിന് ശേഷം ഇതാ നേരെ വെളുത്ത് പെരുന്നാളിൻ്റെ ഇതായി ഫസ്റ്റ് അത് പറയാൻ മറന്നു, എല്ലാവർക്കും ഈദ് മുബാറക്ക്. അതിന് ശേഷം നമ്മളിതാ അരിയും ഇട്ടിട്ടുണ്ട്. ഇന്ന് സാദാ ചോറാണ്. സാധാരണ നമ്മളിവിടെ പെരുന്നാൾക്ക് ബിരിയാണി മാത്രം ഉണ്ടാക്കലുള്ളൂ, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ എന്തെങ്കിലുമാണ്. പക്ഷെ ഇപ്രാവശ്യം സാദാ ചോറാക്കി. അപ്പോൾ രാവിലെ തന്നെ ഇതാ ഞാൻ പുട്ടുവിട്ട് വേഗം, അതാണ് എളുപ്പം. ബാക്കിയുള്ള പണിക്കൊക്കെ നിന്ന് നമ്മളെ പണിയൊക്കെ നേരം പോകും, പെരുന്നാളൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പുട്ടുവിടലൊക്കെ കഴിഞ്ഞ് പിന്നെ അതിലേക്ക് നമ്മളൊരു ഗ്രീൻ പീസിൻ്റെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും വഴി ഉണ്ടാക്കി അത് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു മസാലക്കറി, ജസ്റ്റ് സാധാ ഒരു മസാലക്കറി ഗ്രീൻ പീസ് ഇട്ട് ഉണ്ടാക്കിയിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഓരോരോ പണികളായിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടുടലൊക്കെ ഏകദേശം കഴിഞ്ഞ് ചോറൊക്കെ തിളച്ച് കിട്ടാം. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിലുള്ള വെള്ളം കുറച്ചുകൊണ്ട് ഒഴിച്ച് വെച്ചിട്ട് അതാണ്ട് മാറ്റി വെച്ച് പിന്നെ അങ്ങനെ കിടന്ന് വെന്തോളും. കാരണം അത്യാവശ്യം നല്ല വേവുള്ള ഇതാണ്. പിന്നെ രാവിലെ തന്നെ നെയ്യപ്പൊക്കെ ചുട്ട് വെച്ചിരുന്ന് ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഗ്ലാസ് ബിസ്ക്കറ്റും ചായയും കുടിച്ച്. പിന്നെ നെയ്യപ്പത്തിനോട് അത്ര താല്പര്യമായതുകൊണ്ട് ഞാൻ നെയ്യപ്പം നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്വേഷിച്ച് മോളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു, ചോറൊക്കെ വിളമ്പിട്ടാം. അപ്പോൾ അതാ ഇത്ര തന്നെ ഉള്ളൂ. നമ്മൾ ചിക്കൻ വറുത്തതും പിന്നെ ബീഫ് വരട്ടിയെടുത്ത് പിന്നെ ഒരു മുളകച്ചാറ് ഉണ്ടാക്കിയിരുന്നു, പിന്നെ ഉപ്പേരും പിന്നെ മോര് കറിയും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.